അവിടെ ഒരു മെയില് ഹായ്, പുതിയൊരു യാത്രാ പരമ്പരയിലേക്ക് സ്വാഗതം. ഇതെന്റെ ആദ്യത്തെ വൈൽഡ് ലൈഫ് വീഡിയോ ആണ്. രാജസ്ഥാനിലെ രന്തൻബോർ നാഷണൽ പാർക്കിലേക്കാണ് എന്റെ യാത്ര. സവായ് മധോപൂർ ആണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. നാഷണൽ പാർക്കിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരെയുള്ള സവായ് മധോപൂരിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നതും. ഇത് സവായ് മധോപൂർ എന്ന ജില്ലയുടെ തലസ്ഥാനം കൂടിയാണ്. 17-ാം നൂറ്റാണ്ടിൽ പിന്നീട് ജയ്പൂർ രാജ്യമായി മാറിയ ആംബർ രാജ്യം ഭരിച്ചിരുന്ന ഈ പട്ടണത്തിന്റെ സ്ഥാപകനായ മഹാരാജ സവായ് മാധോ സിംഗിന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. വന്യജീവികൾക്കും പരിസ്ഥിതി ടൂറിസത്തിനും പേരുകേട്ട ഈ സ്ഥലം 8-ാം നൂറ്റാണ്ട് മുതൽ രജപുത്ര രാജാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നു. രാവിലെ തന്നെ സഫാരിക്കുള്ള വാഹനങ്ങൾ റോഡരികിൽ നിരന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ജിപ്സിയിലും ക്യാൻഡറിലുമുള്ള സഫാരി ലഭ്യമാണ്. ക്യാൻഡറിൽ ഒരാൾക്ക് ഏകദേശം 1400 രൂപയും ജിപ്സിയിൽ 2000 രൂപയുമാണ് നിരക്ക്. ജിപ്സികളുടെ എണ്ണം കുറവായതിനാൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഞങ്ങൾ 12 പേരുള്ളതിനാൽ ക്യാൻഡറാണ് കിട്ടിയത്. ഇതാണ് ഞങ്ങളുടെ സഫാരിക്കുള്ള വാഹനം. സഫാരി ബുക്കിങ്ങിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഏകദേശം 12 കിലോമീറ്റർ യാത്ര ചെയ്യണം സഫാരി ഗേറ്റിലെത്തുവാൻ. രാവിലത്തെ സഫാരി 6:30 മണി മുതൽ 10:30 മണി വരെയാണ്. രത്തൻഭോറിന്റെ വിശാലമായ സ്വർണ്ണ നിറത്തിലുള്ള വിശാലതയിൽ സൂര്യൻ ഉദിച്ചുയരാൻ തുടങ്ങിയിരിക്കുന്നു. വേനൽക്കാലത്തിന്റെ പ്രഭാതത്തിലെ ചെറിയ മൂടൽമഞ്ഞിൽ നേരിയ തണുപ്പുള്ള അന്തരീക്ഷം ഉച്ച കഴിഞ്ഞുള്ള കഠിനമായ ചൂടിനെ നമ്മളിൽ നിന്നും മറച്ചു പിടിക്കുകയാണ്. സഫാരി ഗേറ്റിൽ നല്ല തിരക്കാണ്. ഇവിടെ എന്നും ഇങ്ങനെയാണ്. ഇവിടെ നമ്മുടെ ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിച്ചതിന് ശേഷമാണ് അകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ ഒന്നും അകത്തേക്ക് കടത്തിവിടില്ല. ഇവിടെ നിന്നും ഒരു ഗൈഡ് കൂടെ നമ്മളോട് കൂടെ ചേരും. അങ്ങനെ ഏറെ പ്രതീക്ഷകളുമായി ഞങ്ങളുടെ സഫാരി ആരംഭിക്കുകയാണ്. ഞങ്ങളിവിടെ 3 സഫാരികളാണ് എടുത്തിരിക്കുന്നത്. എല്ലാ കാട്ടിലെയും പോലെ മാനുകളാണ് നമ്മളെ ഇവിടെയും കാട്ടിലേക്ക് സ്വീകരിക്കുന്നത്. പണ്ടൊക്കെ പേടിയുടെ പര്യായമായിരുന്ന മാനുകൾക്ക് ഇന്ന് ലെവലേശം പേടിയില്ലാതായിരിക്കുന്നു. വന്യജീവികളെ കാണുക എന്നത് തികച്ചും ഭാഗ്യമാണ്. കാടിന്റെ വഴികളിൽ വിദഗ്ധനായ ഞങ്ങളുടെ ഗൈഡ് മണലിലെ അടയാളങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്യജീവികളുടെ ചലനങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളെ കാണിച്ചു തന്നത്. ബംഗാൾ മോണിറ്റർ അല്ലെങ്കിൽ ഇന്ത്യൻ മോണിറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരുതരം മോണിറ്റർ പല്ലിയാണ് കക്ഷി. വിഷമുള്ളവയുടെ കൂട്ടത്തിലാണ് ഇവയുടെ സ്ഥാനമെങ്കിലും അതിനെപ്പറ്റി ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്രയും ചെറിയ ജീവികളെയൊക്കെ കണ്ടുപിടിക്കാനുള്ള ഗൈഡുമാരുടെ കഴിവ് അത്ഭുതകരമാണ്. രൺതംബോറിന്റെ ചരിത്രം 10-ാം നൂറ്റാണ്ടിൽ ചൗഹാൻ ഭരണാധികാരികൾ ചുറ്റുമുള്ള സമതലത്തിൽ നിന്ന് 700 അടി ഉയരത്തിൽ രൺതംബോർ കോട്ട നിർമ്മിച്ച കാലം മുതൽ ആരംഭിച്ചതാണ്. ചൗഹാൻ രാജവംശത്തിന്റെ തന്ത്രപ്രധാനമായ ഒരു സൈനിക കേന്ദ്രമായിരുന്ന ഈ കോട്ട നിരവധി യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കോട്ടയ്ക്കുള്ളിൽ 12-13 നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ട ഗണേഷ്, ശിവൻ, രാംലാജി എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്ന 3 ശിലാക്ഷേത്രങ്ങളും ഒരു ദിഗംബർ ജൈന ക്ഷേത്രവുമുണ്ട്. സമൃദ്ധമായ വന്യജീവികൾക്ക്, പ്രത്യേകിച്ച് കടുവകൾക്ക് പേരുകേട്ട ഈ പ്രദേശം 19-ാം നൂറ്റാണ്ടോടെ ജയ്പൂരിൽ മഹാരാജാക്കന്മാർക്ക് ഒരു ജനപ്രിയ വേട്ടയാടൽ കേന്ദ്രമായി മാറി. മഹാരാജാക്കന്മാർ ക്ഷണിച്ച വിദേശ പ്രമുഖർ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ഇന്ത്യൻ രാജകുടുംബാംഗങ്ങളും വേട്ടയാടലിനായി ഈ പ്രദേശം പതിവായി സന്ദർശിച്ചിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ കടുവകളെയും മറ്റു മൃഗങ്ങളെയും വ്യാപകമായി വേട്ടയാടിയത് അവയുടെ ജനസംഖ്യയിൽ കുറവുണ്ടാക്കിയത് മനസ്സിലാക്കുകയും അവയുടെ വംശനാശം തടയാൻ സംരക്ഷണ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പാർക്കിലെ നിരവധി തടാകങ്ങളിൽ ഏറ്റവും വലുതാണ് പദം തലാവോ. ഈ തടാകത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ജോഗി മഹൽ വേട്ടയാടലിനായി പ്രദേശം സന്ദർശിച്ചിരുന്ന മഹാരാജാക്കന്മാരുടെയും രാജകുടുംബാംഗങ്ങളുടെയും വിശ്രമ കേന്ദ്രമായിരുന്നു. വടക്ക് ബനാസ് നദിയുടെയും തെക്ക് ചമ്പൽ നദിയുടെ ഇടയിൽ രൺതംബോർ ദേശീയോദ്യാനം 1334 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. 1955 സവോയ് മധോപൂർ ഗെയിം സാങ്ച്വറി എന്ന പേരിൽ സ്ഥാപിതമായ ഇത് 1974 പ്രൊജക്ട് ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെടുകയും 1980 ഒരു ദേശീയോദ്യാനമായി മാറുകയും ചെയ്തു. ഏകദേശം 275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കേലാദേവി, സവായ് മാൻസിംഗ് സങ്കേതങ്ങൾ ഈ പാർക്കിൽ ഉൾപ്പെടുന്നു. വരണ്ട ഇലപൊഴിയും വനങ്ങളും തുറന്ന പുൽമേടുകളും
പുൽമേടുകളും നിറഞ്ഞ ആരവല്ലി വിന്ധ്യ പർവ്വതനിരകളുടെ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന രൺതംബോർ കടുവകളെ കാണുന്നതിനുള്ള ഒരു മികച്ച സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. രൺതംബോറിലെ സഫാരികൾ തിരക്ക് തടയുന്നതിനായി ഓരോ ഷിഫ്റ്റിലും പരിമിതമായ എണ്ണം വാഹനങ്ങൾ മാത്രം അനുവദിച്ചുകൊണ്ട് 10 സോണുകളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. ഒരു സമയം ആകെ 140 വാഹനങ്ങൾക്ക് മാത്രമേ പാർക്കിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. കൂടാതെ സന്ദർശകർക്ക് ഒരു സെഷനിൽ ഒരു സോൺ മാത്രമേ പരിവേഷണം ചെയ്യാൻ അനുവാദമുള്ളൂ. 2022 സെൻസസ് പ്രകാരം പാർക്കിൽ 52 കടുവകളുണ്ട്. 2024 ജൂലൈ മുതൽ 1 മുതൽ 5 വരെയുള്ള സോണുകളിൽ ബുധനാഴ്ചകളിലും 6 മുതൽ 10 വരെയുള്ള സോണുകളിൽ ചൊവ്വാഴ്ചകളിലും സഫാരികൾ അനുവദിച്ചിട്ടില്ല. എവിടെയോ ടൈഗറിന്റെ മൂവ്മെന്റ് ഉണ്ട് എന്നറിഞ്ഞപ്പോഴുള്ള ഞങ്ങളുടെ ഓട്ടമാണിത്. വലിയ വാഹനമായതുകൊണ്ട് തന്നെ വളരെ സാഹസികമായ യാത്രയായിരുന്നു. ഈ കാടിന്റെ ഏതു മൂലയും അറിയാവുന്നവരാണ് ഇവിടെയുള്ള ഡ്രൈവർമാർ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴുള്ള കാഴ്ച അതിലും രസകരമായിരുന്നു. ധാരാളം വാഹനങ്ങൾ ഇവിടെ ഇതിനോടകം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ചിലരുടെ ഭാവം കണ്ടാൽ അറിയാം വളരെ നേരമായി അവർ കാത്തിരിക്കുകയാണെന്ന്. ഒരു മണിക്കൂറോളം അതിലെ നടക്കുന്ന മാനുകളെയും പക്ഷികളെയും കണ്ട് ഞങ്ങളും കാത്തിരുന്നു. മ്ലാവ് അല്ലെങ്കിൽ കലമാൻ എന്നൊക്കെ അറിയപ്പെടുന്ന സാമ്പാർ ഡിയറാണിത്. മൃഗങ്ങളാലും മനുഷ്യരാലും ഒരുപോലെ വേട്ട ചെയ്യപ്പെടുന്ന ഒരു മൃഗമാണിത്. കൂട്ടം കൂടി ജീവിക്കുന്ന ഇവയുടെ ആൺമ്ലാവിന് വളഞ്ഞ ശിഖരങ്ങളുള്ള കൊമ്പുകളുണ്ട്. മഹാരാഷ്ട്രയുടെ സംസ്ഥാന പക്ഷിയാണ് മഞ്ഞക്കാലി പച്ചപ്രാവ്. പച്ച കലർന്ന മഞ്ഞയും തവിട്ടു നിറവുമാണ് ഇവയുടെ ചിറകുകൾക്ക്. ആലിന്റെ പഴമാണ് ഇവയുടെ ഇഷ്ടഭക്ഷണം. ഈ പക്ഷിയെ കേരളത്തിലും കണ്ടുവരാറുണ്ട്. ഋതി എന്ന കടുവയുടെയും 3 കുട്ടികളുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചാണ് ഇത്രയും ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. എന്നാൽ മാനുകളൊക്കെ പേടികൂടാതെ ഇവിടെ നടക്കുന്നുമുണ്ട്. സഫാരിയുടെ സമയം തീരാറായതിനാൽ ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു. ഉച്ച കഴിഞ്ഞുള്ള സഫാരിയിലാണ് ഞങ്ങളിപ്പോൾ. 2 മണി മുതൽ 5 മണി വരെയാണ് സഫാരി സമയം. വേറൊരു സോണിലേക്കാണ് ഞങ്ങളുടെ ഈ സഫാരി. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സാധാരണയായി കാണപ്പെടുന്ന പക്ഷിയാണ് നാട്ടുവേലിത്തത്ത അല്ലെങ്കിൽ ഗ്രീൻ ബീ ഈറ്റർ. ചിലയിടങ്ങളിൽ വാഴക്കിളി എന്നും അറിയപ്പെടുന്ന ഇവ വയലുകൾ, വാഴത്തോപ്പുകൾ, പൊക്കമില്ലാത്ത ചെടികളുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് കണ്ടുവരാറുള്ളത്. ഒരു ദേശാടന പക്ഷിയാണ് യുറേഷ്യൻ മഞ്ഞക്കിളി. കൊക്കിന് നല്ല കറുപ്പും കൊക്കിൽ നിന്നും തുടങ്ങുന്ന കൺപട്ടയ്ക്ക് നല്ല കറുപ്പുമാണ്. പൂവന്റെ ശരീരത്തിലെ വരകൾക്കെല്ലാം നല്ല കറുപ്പ് നിറമാണ്. അപ്പോഴാണ് ടൈഗറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. പിന്നെ വാഹനം എത്രമാത്രം സ്പീഡിലാണ് പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ശരീരമെല്ലാം ആടി ഒലിച്ചുകൊണ്ടാണ് വാഹനം ചീറിപ്പായുന്നത്. ആകാംക്ഷയിലായതുകൊണ്ട് ആരും അത് മൈൻഡ് ചെയ്യുന്നതേയില്ല. കേട്ടത് സത്യമാണ്. വെള്ളക്കെട്ടിന്റെ അപ്പുറത്തുള്ള പാറയുടെ വിടവിൽ ഒരു കടുവ കിടന്ന് വിശ്രമിക്കുന്നുണ്ട്. T105 എന്ന നമ്പറിലുള്ള നൂറി എന്ന പെൺകടുവ ആണ് അത് എന്നാണ് ഗൈഡ് പറഞ്ഞത്. ഭക്ഷണം കഴിഞ്ഞുള്ള ഉച്ചമയക്കത്തിലാണ് അവൾ. ഉറക്കം ഉണർന്നാൽ തീർച്ചയായും വെള്ളം കുടിക്കാനായി അവൾ അടുത്തുള്ള വെള്ളക്കെട്ടിലേക്ക് വരും. അതിനാൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. രൺതംബോർ ദേശീയോദ്യാനത്തിലെ ധൈര്യമുള്ള ഒരു കടുവയാണ് നൂറി. അവളുടെ അമ്മ സോൺ നമ്പർ 2 പ്രധാന കടുവയായ നൂർ അഥവാ T39 രൺതംബോറിന്റെ മുത്തശ്ശിയാണ്. രൺതംബോറിൽ നിന്നുള്ള അറിയപ്പെടുന്ന കടുവയായ T57 അഥവാ സിംഗ് എന്ന പ്രബല ആൺകടുവയുമായി ടെറിട്ടറി പങ്കിടുന്ന T39 2016 തന്റെ 4ാമത്തെ പ്രസവത്തിലാണ് നൂറിയെ പ്രസവിച്ചത്. ആ പ്രസവത്തിൽ 3 കുട്ടികളുണ്ടായിരുന്നു. വെള്ളക്കെട്ടിന്റെ അടുത്തായി ഒരു മാൻ ചത്തുകിടപ്പുണ്ട്. നൂറിയുടെ ഭക്ഷണമാണോ അതെന്ന് ഉറപ്പില്ല. രൺതംബോർ ദേശീയോദ്യാനത്തിലെ വളരെ ചെറുപ്പവും ധൈര്യശാലിയുമായ ഒരു പെൺകടുവാണ് T105 എന്ന നൂറി. പ്രായപൂർത്തിയായ ശേഷം അവൾ സോൺ നമ്പർ 2 തന്റെ ടെറിട്ടറി സ്ഥാപിച്ചു. അവളുടെ സഹോദരിമാരായ T106 മുകുന്ദര ഹിൽസ് ടൈഗർ റിസർവിലും T107 എന്ന അലോഫ് സോൺ നമ്പർ 1 ഇപ്പോൾ വസിക്കുന്നത്. അടുത്ത കാലത്ത് നൂറിയെ 3 കുഞ്ഞുങ്ങളുമായി കണ്ടതിന് ശേഷം വനം വകുപ്പ് അവളെപ്പറ്റി കൂടുതൽ അറിയാനായി നിരീക്ഷണവും ജാഗ്രതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം പ്രതീക്ഷിച്ചതുപോലെ നൂറി പുറത്തേക്കിറങ്ങി. അവൾക്കറിയാം അവളെ കാണാനായി ധാരാളം പേർ കാത്തുനിൽപ്പുണ്ടെന്ന്. അതിന്റെ നീരസവും അവളുടെ മുഖഭാവങ്ങളിൽ വ്യക്തമാണ്. എങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൾ വെള്ളത്തിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. എന്തൊരു ഗാംഭീര്യമായ നടത്തമാണ്. അമ്മയ്ക്ക് ശേഷം ഈ ടെറിട്ടറി ഭരിക്കേണ്ടത് അവളാണ് എന്ന ഉറപ്പോടുകൂടിയാണ് അവളുടെ ഈ നടത്തം. തങ്ങളുടെ രാജാവിന്റെ വരവ് അറിയിച്ചുകൊണ്ട് ഇതുവരെ നിശബ്ദമായിരുന്ന പക്ഷികളെല്ലാം ചലിച്ചു തുടങ്ങി. കൂടെ നൂറിയെ കാണാനായി കാത്തുനിന്ന മനുഷ്യരും. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന മട്ടിൽ നൂറി വെള്ളം കുടിക്കാൻ ആരംഭിച്ചു. കരയിൽ കൂടി നടന്നിരുന്ന മയിലും വെള്ളത്തിലുണ്ടായിരുന്ന മുതലയുമൊക്കെ എവിടെ പോയി ഒളിച്ചു എന്നറിയില്ല.
നല്ല ചൂടാണ്. ഇനി ഒരു കുളി കൂടി പാസാക്കിയാൽ ഉഷാറായി. വൃത്തിയുള്ള വെള്ളമല്ലെങ്കിലും ശരീരം തണുപ്പിക്കാൻ ഇത് മതി. പല ആംഗിളുകളിൽ തിരിഞ്ഞും ചെരിഞ്ഞും തന്റെ ഫോട്ടോ എടുക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് അവസരം നൽകിക്കൊണ്ട് അവൾ ആ വെള്ളത്തിൽ അങ്ങനെ കിടന്നു. ചത്തുകിടക്കുന്ന മാനിന്റെ അടുത്തേക്ക് നൂറി പോകുമോ എന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. എന്നാൽ സഫാരി സമയം തീരാറായതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു കില്ല് നടന്നിട്ടുണ്ട്. നിർഭാഗ്യനായ ഒരു നീൽഗായിയാണത്. സമയക്കുറവ് കൊണ്ട് ഞങ്ങൾക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ മൂന്നാമത്തെയും അവസാനത്തെയും സഫാരിയാണിത്. ഇന്നലെ സൈറ്റ് കിട്ടിയ വേറൊരു സോണിലേക്കാണ് ഇന്നത്തെ സഫാരി. ഇന്നലെ കടുവായെ കാണാൻ സാധിച്ചതുകൊണ്ട് എല്ലാവരും സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ്. ധാരാളം മൃഗങ്ങളും പക്ഷികളും നിറഞ്ഞ ഒരു തടാകമാണിത്. സാമ്പാർ മാനുകളാണ് വെള്ളത്തിൽ നിന്നും പായലുകൾ തിന്നുന്നത്. ഇവയൊക്കെ പേടി കൂടാതെ മെയ്യുന്നതുകൊണ്ട് കടുവയുടെ സാന്നിധ്യം ഇവിടെ കാണാൻ വഴിയില്ല. കൊക്കുകളുടെ ഗണത്തിൽപ്പെട്ട ഐബീസ് എന്ന പക്ഷിയാണിത്. ഏകദേശം 30 സ്പീഷീസിൽപ്പെട്ട പക്ഷികൾക്ക് ഈ പേര് നൽകിയിട്ടുണ്ട്. പുരാതന ഈജിപ്തുകാർ ആരാധിച്ചിരുന്ന ഒരു പക്ഷിയാണിത്. തൊട്ടടുത്ത് കാണുന്നത് ചിന്നമുണ്ടി എന്ന ലിറ്റിൽ എഗ്രറ്റ് ആണ്. ബ്രീഡിംഗ് സീസണിൽ തലയ്ക്ക് പുറകിൽ നിന്നും തുടങ്ങുന്ന നാര് പോലെ തോന്നുന്ന തൂവലുകൾ കാണാം. വിസിലിംഗ് ഡെക്സ് എന്നറിയപ്പെടുന്ന താറാവ് വർഗത്തിൽപ്പെട്ട പക്ഷിയാണിത്. വ്യത്യസ്തമായ ശബ്ദങ്ങളിൽ ചൂളമടിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് നൽകിയിരിക്കുന്നത്. വലിയ കൂട്ടമായി ജീവിക്കുന്നവയാണിവ. രാവിലെ തന്നെ വെയിൽ കൊള്ളാൻ ഇറങ്ങിയിരിക്കുകയാണ് മുതല. വാ തുറന്ന് പിടിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പല്ലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതുവരെ പക്ഷികളൊന്നും വന്നിട്ടില്ല. തൊട്ടടുത്ത് തന്നെ ഒരു ആമയും വെയിൽ കായുന്നുണ്ട്. മൃദുവായ പുറന്തോടുള്ള ആമകളുടെ ഗണത്തിൽപ്പെട്ടതാണിത്. ജുറാസിക് കാലഘട്ടത്തിന്റെ അവസാനം മുതൽ കണ്ടുവരുന്നവയാണ് ഇവ. ഇവിടെ 2 പേരാണ് സൗജന്യമായി മുതലയുടെ പുറത്ത് സവാരി നടത്തുന്നത്. ഒരു മുങ്ങാക്കോഴി അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ താറാവിനെ പോലെയുള്ള തവിട്ട് നിറമുള്ള പക്ഷിയാണ് മുങ്ങാക്കോഴി. പക്ഷേ പാദങ്ങൾ താറാവിനെ പോലെയല്ല. ഇവയ്ക്ക് നന്നായി പറക്കാനും സാധിക്കും. മുങ്ങിക്കഴിഞ്ഞാൽ വളരെ നേരം കഴിഞ്ഞ് മാത്രം പൊങ്ങുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. ഇവിടെ ഒരു തിത്തിരിപ്പക്ഷി തീറ്റ തേടുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂട്ടായി കൂടെയുണ്ട്. വേറൊരു അമ്മ പക്ഷി അടയിരിക്കുകയാണ്. ഇവയുടെ ആൺ പെൺ പക്ഷികളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. തിത്തിരിപ്പക്ഷികൾക്ക് മരത്തിൽ ഇരിക്കുവാനുള്ള കഴിവില്ല. ഇതാണ് പവിഴക്കാലി അല്ലെങ്കിൽ ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽഡ്. നീളമുള്ള ഇളം ചുവപ്പ് നിറത്തിലുള്ള കാലുകൾ ഉള്ളതുകൊണ്ടാണ് ഈ പക്ഷിക്ക് ഈ പേര് ലഭിച്ചത്. ഇവ പറക്കുമ്പോൾ കാലുകൾ മടക്കി വെക്കാറില്ല. ഇംഗ്ലീഷിൽ ബ്രാഹ്മണി മൈന എന്നറിയപ്പെടുന്ന പക്ഷിയാണ് കരിന്തല ചിക്കാളി. പിൻകഴുത്ത് വരെ കറുത്ത തൊപ്പിയുള്ള ഇവയുടെ വാലിന്റെ അറ്റം വെള്ള നിറമാണ്. സമതലങ്ങളിൽ ജോഡിയായോ ചെറുകൂട്ടങ്ങളായോ ആയിട്ടാണ് ഇവയെ കാണപ്പെടുന്നത്. ഒരു നാടൻ കോഴിയുടെ പകുതി വലിപ്പം മാത്രമുള്ള ഗ്രേ ഫ്രാങ്ക്ലിൻ എന്ന കൗതാരി പക്ഷികൾ വരണ്ട കാലാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. വളരെ വേഗത്തിൽ കൂടുതൽ പറക്കാൻ കഴിയാത്ത ഇവ ശത്രുക്കളെ കാണുമ്പോൾ കാടുകളിലേക്ക് ഓടി രക്ഷപ്പെടാറുണ്ട്. എന്നാൽ അതിന് വിപരീതമായി ഇവിടെ ഞങ്ങളെ കണ്ടപ്പോൾ അവയെല്ലാം കൂടി ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയാണ് ചെയ്തത്. ഇവിടെ സഫാരിക്ക് വരുന്ന ആളുകൾ ഇവയ്ക്ക് തീറ്റ കൊടുക്കുന്നത് ശീലമായിരിക്കാം. കൊമ്പൻ തിനക്കുരുവി എന്ന് വിളിക്കുന്ന ക്രസ്റ്റൻ ബണ്ടിങ്ങിന്റെ പ്രത്യേകതകൾ അവയുടെ ചാരനിറമുള്ള കഴുത്ത്, കാവി നിറത്തിലുള്ള ചിറകും തലയിൽ ഉയർന്നു നിൽക്കുന്ന തൂവലുമാണ്. ഇന്ത്യയിൽ അപൂർവമായി കണ്ടുവരുന്ന ഒരു പക്ഷിയാണിത്. ഇണങ്ങാൻ ബുദ്ധിമുട്ടുള്ള പക്ഷി എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള പക്ഷിയാണ് ഓലാഞ്ഞാലി. എന്നാൽ ഇവിടുത്തെ കാഴ്ചയൊന്ന് കണ്ടു നോക്കൂ. കേരളത്തിൽ പല പേരുകൾ അറിയപ്പെടുന്ന ഇവ എല്ലാ ദിവസവും കുളിക്കാറില്ലെങ്കിലും വെള്ളം കണ്ടാൽ കുളിക്കാൻ യാതൊരു മടിയുമില്ലാത്തൊരു പക്ഷിയാണ്. മറ്റു പക്ഷികളെ തുരത്തുന്നതിന് ഇതിന് പ്രത്യേക കഴിവുമുണ്ട്. ഇന്നത്തെ സഫാരി ഒരു പക്ഷി നിരീക്ഷണമായിപ്പോയി. ഇന്ന് ഈ സോണിൽ കടുവയുടെ സൈറ്റ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ സഫാരി ടൈം കഴിയാറുമായി. എങ്കിലും ഇന്നലെ 100 തന്ന സൈറ്റ് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. വേറൊരു സഫാരിയുടെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.